പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് ട്വിറ്ററിൽ പോസ്റ്റിട്ടിരിക്കുന്നത് സുരേന്ദ്ര രാജ്പുത്ത് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവാണ്. വിദേശത്ത് പോയ പ്രധാനമന്ത്രിയെ അപഹസിക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ രാജ്യത്തെയും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ശക്തികളെ രാജ്യത്തിനെതിരായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ആൾക്കാരായിട്ട് കോൺഗ്രസ് നേതാക്കൾ മാറുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുദ്ദേശത്തിലാണ് അയാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് ധൈര്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ ലേക്ക് അല്ലെങ്കിൽ അവിടെ സന്ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പ്രധാനമായിട്ടും ഇന്ത്യയുമായുള്ള പുതിയ പുതിയ പദ്ധതികൾ വരുന്നു, കരാറുകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ പാർലമെന്റിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു ചിത്രമാണ് ഇയാൾ പങ്കുവച്ചത്. അതിൽ തൊട്ടപ്പുറത്തിരിക്കുന്നത് പൂവാൻ മഹാറാണി എന്ന അവിടുത്തെ തന്നെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ മുൻ സ്പീക്കറാണ്. അതുപോലെ തന്നെ അവിടുത്തെ മുൻ രാഷ്ട്രപതിയുടെ മകള് കൂടിയാണ്. അപ്പോൾ ഈ സാധാരണയായി ഒരു ആള് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന ഒരു വിഷ്വലാണ്. അതിൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ക്യാപ്ഷനാണ് പ്രത്യേകത. കൺട്രോൾ ഉദയ് കൺട്രോൾ. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ അയാൾക്ക് ഒരു സ്ത്രീ തൊട്ടടുത്തിരുന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ല എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഉടൻ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് കാണാം. കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഒരു ബി.ജെ.പിക്കാരോടുള്ള എതിർപ്പുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കുന്നത്. അവിടുത്തെ പാർലമെന്റിൽ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധം കൊണ്ട് അത്രയധികം ആദരവോടെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ മുൻ രാഷ്ട്രപതിയുടെ മകൾ അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു വനിതയുടെ പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് കൺട്രോൾ ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അത്ര ഒരു അധപ്പതനം മറ്റേ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ വനിതകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി കൂടെയല്ലേ. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും നമ്മുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണെങ്കിലും. അപ്പോൾ ഇത്തരം ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അപ്പുറത്ത് ഒരു സ്ത്രീ ഇരുന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് കൺട്രോൾ പോകുമെന്ന്. ഇതിനു മുൻപ് ഒരുപാട് ഇത്തരത്തിലുള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോര് അത് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എന്തൊരു കാര്യം പുറത്തേക്ക് അല്ലെങ്കിൽ എന്തൊരു കാര്യവുമായി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും എതിർക്കണം. പക്ഷെ ഇത്തരം തരം താഴ്ന്ന രീതിയിൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ഏത് സ്ത്രീയുടെ അടുത്തേക്ക് പോയാലും ഇയാൾക്ക് കൺട്രോൾ കിട്ടില്ല എന്ന്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് നേതാവ്? നമ്മുടെ പ്രധാനമന്ത്രി അത്രയും തരം താഴ്ന്ന ആളാണെന്നാണോ? അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും തൊട്ടടുത്ത് ഇരിക്കാൻ പറ്റാത്ത ആളാണെന്നാണോ? മനസ്സിലാവുന്നില്ല. അപ്പോൾ എത്രയധികം സ്ത്രീകളാണ് നമ്മുടെ പാർലമെന്റിലുള്ളത്. അപ്പോൾ ഇവർക്ക് ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റില്ല. അത്രയധികം ഇങ്ങനെ കൺട്രോൾ ഇല്ലാത്ത മനുഷ്യനാണെന്നൊക്കെയാണോ ഇയാൾ പറഞ്ഞുദ്ദേശിക്കുന്നതെന്ന് പറ്റുന്നത്. മറ്റൊന്നും പറയാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട്. പുതിയ പുതിയ പദ്ധതികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും എതിർക്കാനോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൃത്യം ഒരു പ്രതിപക്ഷത്തിന്റെ പോരായ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ഒരു വാദത്തെ എതിർത്ത് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ അയാൾ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി വ്യക്തിപരമായിട്ട് കയറി അങ്ങ് ആക്രമിക്കാം എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ എന്തിനാണ് ഇപ്പം നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഉറപ്പാണ് ഇയാൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയാൾ ആ സ്ത്രീയെയാണ് നോക്കുന്നത്. അയാൾക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാതാണ് ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഉറപ്പായിട്ടുള്ളതാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതും പിന്നീടായിരിക്കും ചിലപ്പോൾ ബോധോദയം വന്നിട്ടുള്ളത്. താൻ ഈ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ്. ഇങ്ങനെ വ്യക്തി അധിക്ഷേപം ഒരു സാധാരണ പൗരന് നേരെ പോലും ഇങ്ങനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള കേസുകൾ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇരുന്ന് പറയുന്നത് ഇയാൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ സൂക്ഷിക്കണം. ഇയാൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അതായത് കാര്യം എന്താണെന്നറിയാം, ഇയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാളുടെ വീട്ടുകാർ സൂക്ഷിക്കണമെന്നുള്ളതാണ്, വീട്ടിലെ സ്ത്രീകൾ സൂക്ഷിക്കണമെന്നുള്ള ആ അനുഭവത്തിൽ നിന്നിട്ടാണ് അയാളത് പറയുന്നത്. കാരണം ഇയാൾ അങ്ങനെയാണ്, ഇയാൾക്ക് കൺട്രോൾ ഇല്ല, വീട്ടിൽ ചെന്ന് കയറിയാലും കൺട്രോൾ കാണില്ല.
അങ്ങനെയുള്ള ഒരാളായിരിക്കുമല്ലോ. ആ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇയാളുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വലിയ ആശങ്ക തോന്നുന്നുണ്ട്. വീട്ടിൽ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇന്ന് സുരേന്ദ്ര രാജ്പൂത്ത് അല്ലേ, ഉം. ഇയാളുടെ വീട്ടിലെ അവസ്ഥ വലിയ പെൺപിള്ളേരൊക്കെ സൂക്ഷിച്ചായിരിക്കും വീട്ടിലിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗതികെട്ട അവസ്ഥയായിരിക്കും. കാരണം അത്രയും മനോധർമ്മം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ ഇടാൻ കഴിയുള്ളൂ. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും പ്രായമായ മനുഷ്യരാണ്. മോദിക്ക് എത്ര വയസ്സായി? ഉം. 75 വയസ്സ് പിന്നിട്ട മനുഷ്യനാണ്. അപ്പോൾ അത്രയും പ്രായമായ ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ സുരേന്ദ്ര രാജ്പൂത്തിൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നായിരിക്കും. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് മറ്റുള്ളവർ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്യാസി തുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ചിത്രീകരിക്കുന്നെങ്കിൽ ഇങ്ങനെ ചിത്രീകരിക്കാൻ അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നതിന് കാരണം ഇയാളുടെ അച്ഛന് അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്ന ആളായതുകൊണ്ടാണ്. ഈ സുരേന്ദ്ര രാജ്പൂത്തിൻ്റെ അച്ഛനെ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ അടുത്ത് കൺട്രോൾ ഇല്ലാതിരുന്ന ഒരാളായതുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി അയാൾ എങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആണോ അല്ലേ എന്നൊന്നും നമുക്ക് അറിയാത്ത കാര്യമാണ്. ഏതായാലും സാധ്യത അതാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായിട്ടിടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ രീതി അതാ. കോൺഗ്രസ്സുകാരൻ ഇയാൾ ഒരു കാര്യം തെളിയിച്ചു. ഇയാൾ ഒരിക്കലും കോൺഗ്രസ്സിൽ നടപടിയെടുക്കുകയോ ശാസിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം കോൺഗ്രസിൻ്റെ സംസ്കാരത്തോട് ഏറ്റവും യോജിച്ച ആളാണ് ഇയാൾ എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു. സോണിയാഗാന്ധിക്കോ ഇല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അവർക്കോ ഇല്ലെങ്കിൽ അവരുടെ അച്ഛനുണ്ടല്ലോ നെഹ്റുവിനോ അയാൾക്കൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമായേനെ. കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാത്ത ആൾക്കാരാണ് എന്നുള്ളത്. കോൺഗ്രസിൻ്റെ പഴയ ഒരു പണ്ട് ഒരു സംഘടന നാഗപ്പൂരിലെ ഒരു വലിയ സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയതിന് ശേഷം ഈ പറയുന്ന റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകളുണ്ടല്ലോ ഇവർ രാഷ്ട്രപതിക്ക് അവസാനം കത്തയച്ചു. ഞങ്ങൾ പണിയെടുത്തതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾ, റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകൾ പണ്ട് പരാതി അയച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്? ആ സംസ്കാരമാണ് കോൺഗ്രസ്സിനുള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസ്സിലെ നേതാക്കളുടെ സംസ്കാരം എടുത്തറിയാമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അതിൻ്റെ പുസ്തകങ്ങളൊക്കെ അവസാനം കോൺഗ്രസ് സർക്കാരുകൾക്ക് ബാൻ ചെയ്യേണ്ടി വന്നില്ലേ? ഈ മനസ്സിലായില്ലേ? യോഗ പഠിപ്പിച്ചതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന നയതന്ത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തതും പല കാര്യങ്ങളും ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ. എന്നിട്ടെന്താ പുസ്തകങ്ങളൊക്കെ ബാൻ ചെയ്യേണ്ടി വന്നത്? കോൺഗ്രസിൻ്റെ കുടുംബകഥകൾ വെളിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നാറും എന്നുള്ളത് കൊണ്ടാണ് പുസ്തകം ബാൻ ചെയ്യേണ്ടി വന്നത്. ആ സംസ്കാരമുള്ളവർക്ക് കോൺഗ്രസിൻ്റെ സംസ്കാരം, കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് ഇത്തരം അല്പത്തരമില്ലാത്ത ഒരുത്തൻ? ഒറ്റ ഒരുത്തനെ കാണിച്ചു തരൂ. എല്ലാം ഇത് തന്നെയല്ലേ അവസ്ഥ. പണ്ട് കോൺഗ്രസിൻ്റെ യുവരാജാവായിരുന്ന സമയത്ത് ഒരുത്തൻ ആജന്മ പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. ആജന്മ ഭാവി പ്രധാനമന്ത്രി, ഒരിക്കലും പ്രധാനമന്ത്രി ആവാത്തൊരു നേതാവാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ പണ്ട് യുവരാജാവായിരുന്ന സമയത്ത് കേരളത്തിൽ വന്നു, കുമരകത്ത് വന്നു. കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? വലിയ വിവാദവും വലിയ പ്രശ്നമൊക്കെ ആയില്ലേ? അന്നുണ്ടായിരുന്ന BJP അതിനെ വേണ്ട, വെറുതെ നമ്മൾ ഇത്ര അല്പത്തരത്തിനല്ല ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം, അടിസ്ഥാനപരമായ രീതികൾ, ഇവരുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതാണ്. അത് വെച്ചിട്ട് മോദിയെ അളക്കരുത്. അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യാസപ്പെട്ട ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരം, വ്യഭിചാര സംസ്കാരം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിരിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി, പുറത്തേക്ക് എടുക്കണ്ട എന്നുള്ളത് മാത്രമേ സുരേന്ദ്ര രാജ്പൂത്തിനോട് നമുക്ക് അല്ല, പറയാൻ കഴിയൂ. സുരേന്ദ്ര അദ്ദേഹം ഈ പ്രധാനമന്ത്രിയെ മാത്രമല്ല അപമാനിക്കുന്നത്, മറ്റൊരു രാജ്യത്തെ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന വനിതയെ കൂടെയാണ് അപമാനിക്കുന്നത്. കാരണം അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അല്ല, മെലോണിയെ പറ്റി, ജോർജിയ മെലോണിയെയും മോദിയെയും പറ്റിയിട്ട് ഇവിടെ ഏത് രീതിയിലാണ് പ്രചാരണം കൊടുത്തത്? ആ ഒരു നിലവാരം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബങ്ങൾ ഇങ്ങനെയാണ്, അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊള്ളുന്നത്, അങ്ങനെ വെച്ചിട്ടാണ് ഇവർ കണക്കാക്കുന്നതെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതിയാവും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.